നമസ്കാരം സർ. നമസ്കാരം സർ. എന്താ മേരി പയസേ, ഹോസ്റ്റലിലെ ഡിസിപ്ലിനൊക്കെ കളഞ്ഞു കുളിച്ചോ? പ്രിൻസിപ്പൾ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ അച്ചോ ഇതൊക്കെ? കെയാർ സാറിന്റെ കൊച്ചുമകളായതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തുപോയി. അതിന്റെ കുഴപ്പാ. രണ്ടാളും കൂടി ഇത്രയും ഒപ്പിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വേണ്ടാത്ത റിസ്ക് എടുക്കണ്ടെന്ന് മോളോട് മുത്തശ്ശൻ പറഞ്ഞതല്ലേ? രാത്രി സമയത്ത് ഈ ഗസ്റ്റ് ഹൗസിൽ നടേശനെ കാണാൻ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ വന്നത്? ആള് മരിച്ചെങ്കിലും അവന്റെ കയ്യിലിരിപ്പിനെ പറ്റി പറയാതിരിക്കാൻ പറ്റുമോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇങ്ങനൊരു സ്ഥലത്ത് കുട്ടികളെ വിളിച്ചു വരുത്തണമായിരുന്നു. സംശയം തോന്നുന്നവരെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പോലീസിന്റെ ഡ്യൂട്ടി അല്ലേ സർ? ചിലപ്പോ ഇവർ ഈ കേസിലെ പ്രതികളായിരിക്കാം, അല്ലെങ്കിൽ പ്രധാന സാക്ഷികളായിരിക്കാം. രണ്ടായാലും ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ സർ. അച്ഛനും അമ്മയും കൊച്ചിലെ മരിച്ച കുട്ടിയാ ലേഖ. ജൂലിയുടെ അച്ഛനും അമ്മയും സ്ഥലത്തുമില്ല. അവരെ കൂടുതൽ വിഷമിപ്പിക്കാതെ. ഞാൻ ഇവരെ ഇപ്പൊ കസ്റ്റഡിയിൽ ഒന്നും എടുക്കുന്നില്ല. ചില വിവരങ്ങൾ ചോദിച്ചിട്ട് വിട്ടേക്കാം. കമാ വരൂ. ചെല്ലേ. നടേശൻ സാറെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് സാറാണല്ലോ. രണ്ടു വാക്ക്. എന്റെ വിരൽത്തുമ്പിൽ തൂങ്ങിയാണ് അവൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. പിന്നീട് എന്നെ വിട്ടുപോയെങ്കിലും രാഷ്ട്രീയ രംഗത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള വ്യക്തികൾ വളരെ കുറവാണ്. എനിക്ക് എന്റെ ഒരു മകൻ നഷ്ടപ്പെട്ടതുപോലെയാണ്. എനിക്കൊന്നും അറിയണ്ട. എന്റെ മോനെ ഞാൻ ഇവിടെ കണ്ടിട്ടാ പോയത്. അവൻ എവിടെ പോയി? അവനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അമ്മച്ചിയുടെ സെന്റിമെന്റ്സ് കലക്കുന്നുണ്ടല്ലോടാ. ഇടിയങ്കർത്താ. പാപ്പച്ചൻ കോൺട്രാക്ടറുടെ മോനല്ലേ? അല്ല, സ്റ്റീഫന്റെ തന്തയാ പാപ്പച്ചൻ കോൺട്രാക്ടർ. ഉറപ്പുണ്ടോ? കണ്ടോ, അവൻ ഉറപ്പില്ല. മിണ്ടി പോകരുത്. മോന്റെ കൈക്ക് എന്ത് പറ്റി? ബൈക്കിന്ന് വീണതാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീതിമാന്മാർ സ്തുതിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷിക്കപ്പെടും. കൊല്ലപ്പെട്ടത് ഹോം മിനിസ്റ്റർ ആണെന്ന് ഓർമ്മ വേണം. ഈ അമ്മയും ഈ അച്ഛനും ചേർന്ന് രമേശിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? സാർ, ദൈവദോഷം പറയരുത്. അന്ന് സ്വന്തം അമ്മയെ അധിക്ഷേപിച്ച ആ നിമിഷത്തിൽ പെട്ടെന്ന് അവന്റെ നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടാവാം. അത് വെച്ച് ഈ കൊലപാതകം അവന്റെ തലയിൽ കെട്ടിവെക്കരുത്. അവനത് ചെയ്യില്ല സാർ. എന്റെ മോനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് അവനെ നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറ. കൊള്ളാം. ഹോം മിനിസ്റ്ററുടെ പേരിൽ കഥ ചമച്ചുണ്ടാക്കിയ കഥാകാരി ഇപ്പൊ പോലീസിനെ പറ്റി പുതിയ കഥ എഴുതുകയാണല്ലേ? അവൻ എവിടെ ഉണ്ടെന്ന് പറ. പിടിച്ചോണ്ട് തല്ലിക്കൊന്ന് കുഴിച്ചുമൂടിട്ടിപ്പോ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക കമ്മീഷണർ സാർ. ഇതുപോലുള്ള കളികൾ മുമ്പും കുറെ കളിച്ചിട്ടുള്ളതാ പോലീസ്. കക്കാൻ ക്യാമ്പിലെ രാജൻ കൊലക്കേസ് പോലെ തന്നെ ആയിരിക്കും രമേശിന്റെയും ഗതി. നിന്റെ ഗതി അതിലും മോശമായിരിക്കും. ഇഫ് യു ഡോണ്ട് ഷട്ട് യുവർ ബ്ലഡി മൗത്ത് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. നന്ദിനി, എന്താ ഇത്? നിങ്ങൾ നോക്കിക്കോ. എന്റെ മോൻ എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞ പിന്നെ ജീവിച്ചിരിക്കില്ല ഞാൻ. നന്ദിനി, അവിവേകമൊന്നും കാണിക്കരുത്. ആന്റി, മേരി മാഡത്തിന്റെ മുമ്പിൽ കൂടി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ശ്വാസം നിന്ന പോലെ ആയിപ്പോയി. ജസ്റ്റ് എസ്കേപ്പാ. ഈശ്വരൻ കാത്തു. പറഞ്ഞ ഒക്കെ തന്റെ അമ്മ ഓർത്തിട്ടാ. തന്നെ കണ്ടില്ലെങ്കിൽ ചത്തുകളയൊന്ന് പറഞ്ഞു എന്ന് അറിഞ്ഞതുകൊണ്ടാ ഞാൻ ഈ റിസ്ക് എടുത്തത്. അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന എന്റെ പേടി. താൻ ടെൻഷൻ അടിക്കാതിരിക്കടോ, ഒന്നും ഉണ്ടാവില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എന്നെ കണ്ട ആരെങ്കിലും തിരിച്ചറിഞ്ഞ പ്രശ്ന. അമ്മയെ കണ്ടിട്ട് പെട്ടെന്ന് വരണം. ഹലോ. പേടിക്കണ്ട. ഐ എം CI വിഘ്നേഷ്. ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും നിരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പരിസരത്ത് പോലീസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. കുട്ടിയേതാ? നീ അവനല്ലേ? വേഗം പിടികിട്ടി പിടിച്ചത്.
എന്താണോ നോക്കിയിരിക്കുന്നത്? പോയി തൂക്കിയെടുത്തോണ്ട് വേണം. ഞാൻ തന്നെ വേണോ? പിന്നല്ലാതെ ഹലോ, മലയാള മനോരമല്ലേ? അതെ, നമ്മുടെ ഹോം മിനിസ്റ്ററുടെ കൊലയാളിയില്ലേ രമേശ്? അവൻ തന്നെ. അവനെ CI വിഘ്നേഷ് പിടികൂടി. പുള്ളിയുടെ ഫോട്ടോ ഇപ്പൊ തന്നെ ഓഫീസിൽ എത്തിച്ചേക്കാം. ഒന്ന് കാര്യമായിട്ട് കൊടുത്തേക്കണേ. ഹലോ മാതൃഭൂമി. ഈ CI വിഘ്നേഷ് ആരാണെന്ന് നീ ഇന്നറിയും. പിടിച്ചോ അവരെ. ആ സ്റ്റുഡിയോയിൽ വിളിച്ച് ഫോട്ടോഗ്രാഫർ വരാൻ പറ. എന്താണ് സർ, അവൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. എന്താണോ ഇത്? ഇനി പോലീസ് മാർഗം. കല്ലെറിഞ്ഞ് വീഴ്ത്തണോ അവനെ? ചറ പറയണോ? ഇത് തടുക്കണം. കുത്തി ഇറങ്ങി അവനെ പിടിച്ചോ? ഇല്ല സാർ. അതെങ്ങനെ? ബോധം കെട്ട് വീണ സാറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കോ അതോ അവനെ പിടിക്കാൻ പോവോ? പിന്നെ താൻ തന്നെ പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞ എല്ലാ പത്രത്തിലും വിളിച്ചു പറഞ്ഞു എന്തിന്? അതങ്ങനെയല്ലേ സാർ. കർത്താ സാറിന്റെ നേതൃത്വത്തിൽ CI വിഘ്നേഷ് പ്രതിയെ പിടിക്കും. തന്നെ സാർ സ്ട്രെയിൻ ചെയ്യരുത്. നെഞ്ചിന്റെ സെൻട്രൽ പോയിന്റിലാ കമ്പ് കൊണ്ടത്. അതുകൊണ്ടല്ലേ സാർ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. സിറ്റി മുഴുവൻ അവൻ അരിച്ചു പറക്കുന്നുണ്ട് സാർ. അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സാർ. അവനൊരു പഠിച്ച കള്ളനാണ്. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അതല്ല സാർ, അവനൊരു കായംകുളം കൊച്ചുണ്ണിയാണ്. അവൻ കായംകുളം കൊച്ചുണ്ണിയാണെങ്കിൽ ഞാൻ ഇത്തിക്കര പക്കിയ. അതെനിക്കറിയാം സാർ. എടോ, മിനിസ്റ്ററുടെ പേഴ്സണൽ ഫോണിലേക്ക് വന്ന നമ്പറുകൾ ട്രേസ് ഔട്ട് ചെയ്തോ? ഉവ്വ് സാർ. 7 മണിക്ക് വിളിച്ചത് ലീഡർ KR ആണ്. 7:15 വിളിച്ചത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ്. 7:30 വിളിച്ചത് പാപ്പച്ചൻ ഗ്രൂപ്പ് MD പാപ്പച്ചനാണ്. 7:40 45 വിളിച്ചത് മിനിസ്റ്ററുടെ 2 സ്ഥിരം കക്ഷികളാണ്. അതാര്? മിനിസ്റ്ററുടെ 2 വീക്ക്നെസ്സുകൾ. അവർ ആ സമയത്ത് അവിടെ വരാനും സാധ്യതയില്ല. കാരണം അവര് അതർവൈസ് എൻഗേജ്ഡ് ആയിരുന്നു. സംവെയർ എൽസ് വിത്ത് സം അതർ പേഴ്സൺസ്. അതൊക്കെ സാറിനോട് പറയാൻ എനിക്ക്. എന്തൊരു വെയില. പമ്പെന്ന് ഇറങ്ങാൻ 10 മിനിറ്റ് താമസിച്ചു മുതലാളി. അയ്യോ, നിക്കടാ അവിടെ. എന്നെ ഒന്നും ചെയ്യില്ല സാറേ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നീ എന്തിനാടാ ഓടിയത്? പേടിച്ചിട്ടാ. മന്ത്രിയെ കൊന്ന് ഞാനാണെന്ന് പറഞ്ഞ് പോലീസ് തപ്പുണ്ടെന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. കൊല്ലാൻ വന്നവരെ ഞാൻ കണ്ടു എന്നുള്ളത് നേരാ. പുതിയൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് സാർ. മിനിസ്റ്റർ കൊന്നയാളെ ഇവൻ കണ്ടു. എന്താ നിന്റെ പേര്? അറുമുഖൻ. ഓ, മിനിസ്റ്ററുടെ കുക്കായിരുന്നു അറുമുഖൻ. നീ എന്തിനാ ഇവിടെ വന്നത്? ജോലി ചെയ്യുന്ന പമ്പിലെ മുതലാളി പനിയായിട്ട് കിടക്കുന്നുണ്ട്. തൊട്ടടുത്ത മുറി മാറി കയറിയതാ. നടേശൻ മിനിസ്റ്ററെ കൊല്ലാൻ വന്നവരെ നീ എങ്ങനെയാ കണ്ടത്? അത് ഇവനെ വിശ്വസിക്കരുത് സാർ. ഇവന്റെ സംസാരം കേട്ടിട്ട് ഇവനും കൊലപാതകത്തിൽ പങ്കുണ്ട്. ഇല്ല സാർ, മിനിസ്റ്റർ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് എന്റെ കർണക്കുറ്റിക്ക് അടിച്ച അവിടുന്ന് ജോലിന്ന് പുറത്താക്കിയത്. പെങ്ങടെ കല്യാണത്തിന് കുറച്ച് കാശ് കടം ചോദിച്ചു എന്നല്ലാതെ മറ്റൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. മിനിസ്റ്റർ മരിച്ചന്ന് രാത്രി അങ്ങോട്ട് കാറ് പോകുന്ന കണ്ടു. മുഖത്ത് നോക്കി 2 വർത്താനം ചോദിക്കാൻ ചേട്ടാ ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. എന്നിട്ട് അപ്പോ പെട്ടിക്കടയുടെ മുന്നില് പോലീസ് ജീപ്പ് കിടക്കുന്ന കണ്ടു. പോലീസ് ജീപ്പോ? അതെ സാർ. നീ കണ്ടോടാ?
കണ്ടു സാർ. ചുമ്മാതെ കള്ളം പറഞ്ഞ ഇടിച്ചു നിന്റെ കൂമ്പിളക്കം. നീ കണ്ടോടാ കണ്ടോടാ. താനൊന്ന് അടങ്ങടോ, അവൻ പറയട്ടെ. അല്ല സാർ, ഇവൻ പറയുന്ന കേട്ട പോലീസുകാരാണ് ഇത് ചെയ്തതെന്ന് തോന്നും. പോലീസുകാരെന്താ ഇതിന് മോശാണ്? അയ്യോ പൊള്ളിയോ? പോലീസുകാർ ഒരുപാട് തല്ലിയല്ലേ? രമേശ, ഞാനൊരു കാര്യം പറയട്ടെ. ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ ഇപ്പോ തന്നെ ഇത്ര അടുത്ത് പരിചയപ്പെട്ടപ്പോ ഐ തിങ്ക് യു ആർ എ ജെന്റിൽമാൻ. ലീഡർ KRന്റെ കൊച്ചുമോൾക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു ഫീലിംഗ്. മനസ്സിന്റെ പിടി വിട്ടുപോകുമോന്നൊരു തോന്നൽ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. തന്നെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അമ്മയെ ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഈ നാട് വിട്ടേനെ. പേടിച്ചു പോയോ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. രമേശൻ എങ്ങോട്ടും പോണ്ട. സത്യം പറഞ്ഞ തന്നെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാ ഞാൻ. താൻ എന്നും എന്നോടൊപ്പം ഉണ്ടാവണമെന്നൊരു തോന്നൽ. യെസ്, ഞാൻ ദിനേശനാണ്. ഏത് CBI? എവിടുത്തെ CBI? എടോ, CBIയും സേതുരാമയ്യരും ഒക്കെ സിനിമയിൽ നടക്കും. കമ്മീഷണർ കർത്തായെ പോലുള്ള ഇന്റലിജന്റ് ഓഫീസേഴ്സ് കേരള പോലീസിൽ ഉള്ളിടത്തോളം കാലം ഈ കേസിൽ ഒരു വിദേശ ശക്തിയും ഇടപെടേണ്ട ആവശ്യമില്ല. അണ്ടർസ്റ്റാൻഡ്? സാർ, പുതിയ ഹോം മിനിസ്റ്റർ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വന്നിരിക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നടേശൻ മിനിസ്റ്ററുടെ കൊലപാതകയെ കണ്ടുപിടിക്കാമെന്ന് ഏറ്റിരുന്നതാ. സുഖം തന്നെ അല്ലേടോ സാർ? ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട്. മിനിസ്റ്റർ തങ്കപ്പൻ അങ്ങനെയാണ്. സുനാമി പോലെ വരും പോകും. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും സ്മാർട്ടിഫിക്കേഷൻ ആയിരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി എന്നാണ് പറയാൻ വന്നതും. സാർ, അകത്തോട്ടിരിക്കാം. അയ്യോ, വൈ നോട്ട്? എനിക്കങ്ങനെ തന്നിൽ താഴ്ന്നവരെന്നോ വലിപ്പച്ചെപ്പ വ്യത്യാസമോ ഒന്നുമില്ല. എവിടെ വേണമെങ്കിലും ഇരിക്കും. താനിരിക്കും. വാടോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു സാർ. കേസ് അന്വേഷണത്തിനിടയിൽ നിങ്ങൾ തല്ലുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നെന്ന് കേട്ടല്ലോ. അല്ല, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു സാർ. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഈ പാർട്ടി ഹൈക്കമാൻഡിന്റെയും കൂട്ടുകക്ഷികളുടെയും നിർബന്ധം സഹിക്കാനാവാതെ വന്നപ്പോ ഞാൻ മന്ത്രി ആയെങ്കിലും നിങ്ങളെപ്പോലുള്ള പോലീസുകാരൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ വന്നാണ്. എന്റെയും എന്റെ പാർട്ടിയുടെയും എല്ലാമായ നടേശൻ സാറിന്റെ ഘാതകനെ കണ്ടുപിടിക്കുന്നതിൽ കമ്മീഷണർ വളരെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു രാവിലെ DGP വിളിച്ചു പറഞ്ഞു. അറിഞ്ഞ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടാ. അപ്പൊ ഞാനാ പറഞ്ഞ് ഡിസ്ചാർജ് ആയി വീട്ടിലുണ്ടെന്ന്. ഹാപ്പി ന്യൂസ് കേട്ടപ്പം സന്തോഷമായി സാർ. സാറിനെ അറിയിക്കേണ്ട, മിനിസ്റ്റർ തന്നെ നേരിട്ട് പറഞ്ഞോളാം പറഞ്ഞു. മണ്ണെണ്ണ കലർത്തിയ പെട്രോൾ ഒഴിച്ച ഓടി അലർന്ന ഓട്ടോറിക്ഷ നിങ്ങൾ അന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളെ പുച്ഛിച്ചു. പക്ഷെ ഇപ്പൊ ഐ ആം അണ്ടർസ്റ്റാൻഡ്. യു ആർ വെരി വയലന്റ്. ഇന്റലിജന്റ് എന്നാ ഉദ്ദേശിച്ചത്. എന്തോ അതന്നെ. അപ്പൊ ഓട്ടോറിക്ഷ കണ്ടെത്തി സാർ. ഇന്ന് രാവിലെ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ ക്വസ്റ്റ്യൻ ചെയ്തു സാർ. ഓട്ടോയിൽ വന്ന ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആരാണ് അയാൾ? സാറ് സംശയിച്ച ആള് തന്നെ. ഇനി എത്രയും പെട്ടെന്ന് പ്രതി അറസ്റ്റ് ചെയ്യണം. സാർ, ഞാൻ മന്ത്രി കസേരയിൽ കയറിയ ഉടനെ ഈ കേസ് തെളിയിക്കാൻ പറ്റിയാൽ അതെനിക്കൊരു ടാറ്റിഫിക്കേഷനാ. എന്റെ വക ഒരു പ്രൊമോഷൻ കമ്മീഷണർ കർത്താക്കി. സാർ, കർത്താ സാറിന്റെ കൂടെ ഇൻവെസ്റ്റിഗേഷനിൽ ആക്റ്റീവായിട്ട് ഞാനും ഉണ്ടായിരുന്നു. തനിക്ക് ഉണ്ടോ പ്രൊമോഷൻ? എന്നും ഇങ്ങനെ വെറും CI ആയിട്ട് ഇരുന്നാ മതിയാ? ഒരു ASI ഒക്കെ ആവണ്ടേ? വള്ളറക്കടോ, വണ്ടി ഇറക്കടോ. താൻ ASI ആയാൽ എനിക്കത് വലിയ സാറ്റിഫിക്കേഷൻ ആയിരിക്കും.